ഒരു ഗെയിം എങ്ങനെ ഉണ്ടാക്കാം, അബി ഉണ്ടാക്കുന്ന പോലത്തെ ഗെയിംസൊക്കെ അതുപോലെ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുക എന്നൊക്കെ എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു മുട്ടന്നുണയായിരിക്കും. എന്നോട് ഇതുവരെ ആരും അങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും ഇപ്പോൾ ഒരു മാരിയോ പോലത്തെ ഒരു ഗെയിം, അത്രയും വലിയൊരു ഗെയിമല്ല, എൻ്റെ ചെറിയ വേർഷൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഡെവലപ്പ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. അതിൻ്റെ വേർഷൻ 5 ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് ന്യൂ പ്രൊജക്റ്റ് ഉണ്ട്, അത് ഇവിടെ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഫയലിൽ പോയിട്ട് ക്രിയേറ്റ് ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്താലും മതി. നമുക്ക് ഇവിടെ തന്നെ പ്രസ് ചെയ്തേക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ തരത്തിലുള്ള ഗെയിംസൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഗെയിം ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ വരണതാണ്. ഇതിലേതെങ്കിലും എടുത്ത് നോക്കിയിട്ട് ആ ഗെയിം അതിനെ ഡെവലപ്പ് ചെയ്യണം നമുക്ക് നോക്കാം. പക്ഷെ നമുക്ക് തൽക്കാലം empty ഒന്നും വേണ്ട, ബ്ലാങ്കിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ വരും. ഇവിടെ ഒരു സീൻ വന്നു. അപ്പോൾ ആദ്യം നമ്മളൊരു സീൻ ക്രിയേറ്റ് ചെയ്യണം. സീനാവുമോ? ശരി. ഇപ്പോൾ സീൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ വിൻഡോ. ആ ഒരു ചതുരം കാണാം, അതിലാണ് നമ്മുടെ എല്ലാ സംഭവങ്ങളും ആവാൻ പോണത്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഹീറോനെയാണ്. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം, ആഡ് എ ന്യൂ ഒബ്ജക്റ്റ്. അപ്പോൾ ആ പ്ലസ് ബട്ടണിൽ അമർത്തി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ക്യാരക്ടർ. അപ്പോൾ നമ്മൾ സ്പ്രൈറ്റ് അത് സെലക്ട് ചെയ്യുന്നു. ഇതിൻ്റെ പേര് ഹീറോ എന്നാക്കാം. എന്നിട്ട് ഇവിടെ ആഡ് ആൻ അനിമേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് നമ്മുടെ ഹീറോയുടെ പിക്ചർ നമ്മളെവിടെയെങ്കിലും സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. അത് നമുക്ക് ഫോട്ടോഷോപ്പിലോ ഇല്ലസ്ട്രേറ്ററിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കണം. തൽക്കാലം ഞാൻ ഇതിൽ തന്നെ ഒരു എഡിറ്റർ ഉണ്ട്, അതിലുണ്ടാക്കാൻ പോവാണ്. അതൊരു പിക്സൽ എഡിറ്ററാണ്, പക്ഷേ അതിൻ്റെ പേര് പിസ്കൽ എന്നാണ്. അപ്പോൾ അത് പിക്സൽ എഡിറ്റർന്നോ പിസ്കൽ എഡിറ്റർന്നോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം, രണ്ടും ശരിയാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു ക്യാരക്ടറിനെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം ഞാനിങ്ങനൊരു സംഭവം ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് ഇവിടെ ഒരു ദീർഘചതുരം വരയ്ക്കാം. അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഗ്രേ കളർ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഒരു കണ്ണ് വേണം ഹീറോയ്ക്ക്. കണ്ണ് ഈ കളർ തന്നെ കാണാൻ പറ്റില്ല. അപ്പോൾ ബ്ലാക്ക്, കുറച്ചൊരു പിങ്ക് പോലത്തെ ഞാൻ എടുക്കാം. പർപ്പിളാണോ ഏതാണെങ്കിലും ആ കളറിൽ നമുക്കൊരു കണ്ണ് അവിടെ വരയ്ക്കണം. ശരി, അപ്പം കണ്ണ പോലെ. ഇനി സേവ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ മെയിൻ ഹീറോ ക്യാരക്ടറായി. ഇനി ഹീറോ ക്യാരക്ടറിനെ ഇവിടെ കൊണ്ടുവരണം. ഹീറോ ക്യാരക്ടറായി. ഇനി നമുക്ക് ഗെയിം ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് ഈ പ്ലേ ബട്ടൺ അമർത്തിയാൽ മതി. അപ്പോൾ ഗെയിം ഇതിനെ കാണിച്ചു തരും. ഇതാണ് നമ്മുടെ ഹീറോയി. ഇനി നമുക്ക് വേണ്ടത് ഹീറോയ്ക്ക് ഓടാനും ചാടാനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് പുല്ല് വേണം. അപ്പോൾ നമുക്ക് വീണ്ടും ഇവിടെ പോവുക. ഇവിടെ ടൈൽസാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. നമ്മളതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്കിതിൻ്റെ പേര് ഗ്രാസ് എന്നിടാം. ഇനി നമുക്കിവിടെ ഇതുപോലെ ഗ്രാസിൻ്റെ പടം എവിടെയെങ്കിലും വരച്ചതുണ്ടെങ്കിലോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് എടുക്കാം. ഞാൻ പക്ഷേ ഒരു പുതിയൊരു ഗ്രാസ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കണം. എഡിറ്റ് വിത്ത് പിസ്കൽ എഡിറ്ററിൽ പോയിട്ട് പുല്ലുണ്ടാക്കാം. പുല്ലുണ്ടാക്കൽ എളുപ്പമാണ്. ഒരു ഗ്രീൻ കളറിൽ ഒരു പുല്ലങ്ങോട്ട് ഉണ്ടാക്കിയേക്കാം. ഇത് വെറുതെ ഒരു ഗ്രീൻ കളറായി കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് പെൻസിൽ എടുത്തിട്ട് കുറച്ചും കൂടി ലൈറ്റ്, കുറച്ച് ഡാർക്ക് കളർ എടുത്തിട്ട് അവിടെ കുറച്ച് ഇങ്ങനെയൊക്കെ വരയ്ക്കാം. ഒരു ചെറിയൊരു പുല്ലിൻ്റെ ഫീൽ വരുത്താൻ വേണ്ടിയിട്ട്. എല്ലാ പുല്ലും ഒരേ കളറായിരിക്കില്ലല്ലോ. ഇനി സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. പുല്ലായി അപ്ലൈ കൊടുക്കുന്നു. ഇനി പുല്ല് നമുക്കെടുത്ത് നമ്മുടെ സീനിലേക്ക് ഇടണം. ഈ പുല്ല് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിനെ എന്തോരം വേണമെങ്കിലും വലുതാക്കും ചെറുതാക്കുകയൊക്കെ ചെയ്യാം. അപ്പം ഞാനിവിടെ വലുതാക്കിയിട്ട് പുല്ല് കുറച്ച് വലിപ്പമായിട്ട് നോട്ടെ. സ്ക്രീനിൻ്റെ ഏറ്റവും അടിയിൽ കൊണ്ടായിരുന്നു. അടിപൊളി. സേവ് ചെയ്യാൻ കൺട്രോൾ അമർത്തി പിടിച്ച് എസ് അമർത്തിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫയലിൽ പോയിട്ട് സേവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും സേവ് ആവും. ഇനി പ്ലേ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ ഗെയിമിൻ്റെ സീൻ കാണാം. ഇതിൽ ക്യാരക്ടറുമായി നമ്മുടെ പുല്ലുമായി.
പക്ഷേ ഇതൊന്നും അനങ്ങണമൊന്നുമില്ല, നമ്മൾ എന്തായാലും അനങ്ങില്ല. അപ്പോൾ ഇതിന് അനങ്ങുന്ന രീതിയിലാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് ഹീറോനെ പിടിച്ച് എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഹീറോയിൽ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ബിഹേവിയേഴ്സിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ എന്നിട്ട് ഒരു പ്ലസ് ബട്ടൺ കാണാം, ആഡ് എ ബിഹേവിയർ ടു ദ ഒബ്ജക്റ്റ്. അപ്പോൾ നമ്മളൊരു ബിഹേവിയർ കൊടുക്കാൻ പോവാണ്. നമ്മുടെ പ്ലാറ്റ്ഫോം ക്യാരക്ടറാണ്. പ്ലാറ്റ്ഫോം ക്യാരക്ടർ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കൺട്രോളബിൾ ക്യാരക്ടർ ദാറ്റ് ക്യാൻ ജംപ് ആൻഡ് റൺ ഓൺ പ്ലാറ്റ്ഫോംസ്. അപ്പോൾ ഇതിന് ഓടാനും ചാടാനൊക്കെ പറ്റും. കൊള്ളാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുന്നു, അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. പിന്നെ ഇതിന് ഓടാനും ചാടാനൊക്കെ സാധിക്കും എന്നാണ് പറയണത്. ഞാൻ സേവ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇതിന് ഓടാനും ചാടാനും പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതടിക്ക് പോയി. എന്താണെന്ന് വെച്ചാൽ ഈ പുല്ലെന്താണെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് നേരെ അടിക്ക് പോയി. അപ്പോൾ ഈ പുല്ല് തട്ടി അവിടെ നിൽക്കുമെന്ന് പറയണം. അപ്പോൾ നമ്മൾ പുല്ല് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അവിടെ ഒരു ബിഹേവിയറിൽ ഇതേപോലെ തന്നെ ആഡ് എ ബിഹേവിയർ ടു ദ ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇത്തവണ പ്ലാറ്റ്ഫോം ക്യാരക്ടറല്ല, ഇത് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അത് അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഓട്ടോ സേവിങ് ആണ്. ഞാൻ സേവ് ചെയ്യുന്നുണ്ട് 4 മണിക്ക്, അതിൻ്റെ ഹാബിറ്റാണ്. ഓക്കെ, ഇപ്പോൾ കണ്ടില്ലേ ഹീറോ വന്നു. ഇനിയിപ്പോൾ ഞാൻ ലെഫ്റ്റിലോട്ട് നീക്കിയാൽ ലെഫ്റ്റിലോട്ട് പോകും, റൈറ്റിലോട്ട് നീക്കിയാൽ റൈറ്റിലോട്ട് പോകും. സ്പേസ് ബാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജമ്പ് ചെയ്യും. ഇതിൻ്റെ ജമ്പ് ചെയ്യുന്നതിൻ്റെയൊക്കെ റേഷ്യോ അതൊക്കെ മാറ്റണമെങ്കിൽ നമ്മളിതിൻ്റെ എഡിറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റും. എന്തായാലും സംഭവങ്ങളാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങളോട്, ന്യൂ സീനും ഒന്ന് ന്യൂ സീൻ ബ്രാക്കറ്റിൽ ഇവൻറ്റ്സ് ഉണ്ട്. ആ ഇവൻറ്റ്സിലേക്ക് നമുക്ക് പിന്നീട് വരാം. ഇപ്പോൾ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുല്ല് ഇവിടെ വരെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഹീറോ വലത്തോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ, സ്ക്രീൻ വിട്ട് പോയി കഴിഞ്ഞാൽ അതിപ്പോൾ നിലത്തേക്ക് അടിക്ക് പോയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ തിരിച്ചു കൊണ്ടുവരാൻ നോക്കി കഴിഞ്ഞാൽ ഇടത്തോട്ടുള്ള ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അത് തിരിച്ചു വരില്ലേ, എന്നുവെച്ചാൽ അത് സ്ക്രീനിൽ നിന്ന് പോയി. അപ്പോൾ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കൺട്രോൾ അമർത്തി പിടിച്ച ശേഷം ഗ്രാസിനെ ഡ്രാഗ് ചെയ്തിട്ട് ചെറുതാക്കി ഈ സ്ക്രീനിൻ്റെ വലതുവശത്ത് നമുക്കിടാം. അപ്പോൾ എന്താ ഉപകാരം എന്ന് വെച്ചാൽ സ്ക്രീനിൻ്റെ വലതുവശത്തോടെ നമ്മുടെ ക്യാരക്ടറിന് ഹീറോയ്ക്ക് രക്ഷപ്പെടാൻ പറ്റില്ലേ. ഈ പുല്ലെനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ എടുത്തിട്ടും ഈ സംഭവം ചെയ്യാം. പക്ഷേ അപ്പോൾ പിന്നെ ഞാൻ അതിനും റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പിന്നെ ഇതൊരു പ്ലാറ്റ്ഫോമാണെന്ന് സെലക്ട് ചെയ്യണം. അപ്പോൾ ഇതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓൾറെഡി സെലക്ട് എടുത്തിട്ട് കൺട്രോൾ അമർത്തി പിടിച്ച് ഞാൻ ഡ്രാഗ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഇതിനും കിട്ടും. ഞാനിത് ഒന്ന് കൺട്രോൾ അമർത്തി പിടിച്ച് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കിടാം. അതുപോലെ അപ്പോൾ ഇടതുവശത്തോടെ ഇനി പോവില്ല, ഇനി മുകളിലൂടെയും പോകാൻ രീതിയിലാക്കാം. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൺട്രോൾ അമർത്തി പിടിച്ച ശേഷം ഞാനിത് ഡ്രാഗ് ചെയ്തിട്ട് മുകളിലും ഫില്ല് ചെയ്യുന്നു. പിന്നെ അതിൽ കൂടെ ഒന്നും രക്ഷപ്പെടാൻ പറ്റില്ല നമ്മുടെ ഹീറോയ്ക്ക്. ഇനി നമുക്ക് വേണ്ടത് ഒന്നുകൂടി നമുക്ക് ചാടാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ഥലങ്ങൾ വേണം. അപ്പോൾ ഞാൻ ചാടാൻ വേണ്ടി മാനുവൽ ചാടാൻ വേണ്ടിയുള്ള സംഭവമുണ്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ അടിയിലത്തെ ഗ്രാസ് എടുത്തിട്ട് ഗ്രാസ് സെലക്ട് ചെയ്യുന്നു, കൺട്രോൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം ഞാനത് നീക്കുന്നു. അപ്പോൾ അത് നമ്മുടെ പ്ലാറ്റ്ഫോം അങ്ങോട്ട് കിട്ടി. ഞാനതെടുത്തിട്ട് ഇവിടെ ഒരു സംഭവം ഇടാൻ പോകണം. കൊള്ളാം. അപ്പോൾ നമുക്ക് ചാടാൻ വേണ്ടി ഉപയോഗിക്കാം. ഇനി കൺട്രോൾ ബട്ടൺ അമർത്തിയിട്ട് ഞാൻ ഒന്നും കൂടി ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നും അങ്ങനെ കോപ്പി പേസ്റ്റായി മാറും. ചെയ്തു. നമ്മുടെ ഹീറോ ഇവിടെ നിൽക്കട്ടെ. ഞാനിനി സേവ് ചെയ്തു, പ്ലേ ബട്ടൺ അമർത്തുന്നു. ഓക്കെ, നമ്മുടെ ഹീറോ എത്തി. ഇനി ഞാൻ ചെയ്യാൻ പോണത് ചാടാൻ പറ്റുന്നുണ്ടോ, ചാടാനും കളിക്കാനൊക്കെ പറ്റുന്നുണ്ട്. അടിപൊളി. ഇപ്പോൾ നമ്മുടെ ഗെയിം ഇറങ്ങിയാണ്. ഇപ്പോൾ നമ്മൾ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ഹീറോ വലത്തോട്ട് പോകുമ്പോഴും ഇടത്തോട്ട് പോകുമ്പോഴും ഹീറോ വലത്തോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഹീറോ ഇടത്തോട്ട് പോകുമ്പോൾ ഇടത്തോട്ട് നോക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഈ ഹീറോയെ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റിൽ ഹീറോനെ ക്ലിക്ക് ചെയ്യലാണ്. നമ്മൾ ഇവൻ്റ് ആഡ് ചെയ്യണം വേണ്ടത്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യാം, ന്യൂ സീൻ ബ്രാക്കറ്റിൽ ഇവൻറ്റ്സ്. അവിടെ പോയിട്ട് പുതിയൊരു ഇവൻ്റ് ആഡ് ചെയ്യാം. ഇവൻറ്റിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടീഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതർ കണ്ടീഷൻസിൽ പോയി കഴിഞ്ഞാൽ കീബോർഡിൽ കീ പ്രസ്ഡ് എന്നുള്ള ഇവൻറ്റ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ എന്നിട്ട് ഞാൻ ലെഫ്റ്റ് എന്നിട്ട് കഴിഞ്ഞാൽ അത് ലെഫ്റ്റ് കിട്ടി. ലെഫ്റ്റ് കീ പ്രസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, അപ്പോഴാണ് നമ്മൾ ആക്ഷൻ
എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാരക്ടറിനെ ഹീറോനെ ഫ്ലിപ്പ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഫ്ലിപ്പ് നമ്മൾ സെർച്ച് ചെയ്യുന്നു. ഇത് ഫ്ലിപ്പ് ദ ഒബ്ജക്റ്റ് ഹോറിസോണ്ടലി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാനത് ക്ലിക്ക് ചെയ്തിട്ട് ഹീറോയിനെ ഫ്ലിപ്പ് ചെയ്യണം എന്ന് പറയുന്നു. ഫ്ലിപ്പ് ചെയ്യുന്നോ? യെസ്. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഞാൻ ഈ ഗെയിം വിളിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത് നോക്കാം. ഇനി ഞാൻ കണ്ടില്ലേ, ഇടത്തോട്ട് കളിക്കുമ്പോൾ ഇടത്തോട്ട് പോയി. ഇനിയിപ്പോൾ വലത്തോട്ട് കളിക്കുമ്പോൾ വലത്തോട്ട് ആവണം. അപ്പോൾ അതാവാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ വീണ്ടും ഒരു കണ്ടീഷൻ ആഡ് ചെയ്യണം. ഇത്തവണ കീബോർഡിൽ കീ പ്രസ്ഡ് ലെഫ്റ്റ് അല്ല റൈറ്റാണ്. റൈറ്റ് കീ പ്രസ് ചെയ്യുമ്പോൾ ഫ്ലിപ്പ് റിമൂവ് ചെയ്യണം. ഇപ്പോൾ എൻ്റെ ആഡ് ആക്ഷനിൽ ഞാനിവിടെ ഒരു ഫ്ലിപ്പ് ക്ലിക്ക് സെർച്ച് ചെയ്തിട്ട് ഫ്ലിപ്പ് ദി ഒബ്ജക്റ്റ് ഹൊറിസോണ്ടലി എടുത്തിട്ട് ഹീറോ എടുത്തിട്ട് ആക്ടിവേറ്റ് ഫ്ലിപ്പിംഗ് ഇല്ല, ആക്ടിവേറ്റ് ചെയ്യണ്ട, നോ ആകുന്നു. ഓക്കെ, ഇനി പ്ലേ ബട്ടൺ അമർത്തുന്നു. ഇനി നമ്മുടെ ക്യാരക്ടർ റൈറ്റിലോട്ട് പോകുമ്പോൾ റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ ലെഫ്റ്റിലോട്ടും നോക്കും. അങ്ങനെ ക്യാരക്ടറിൻ്റെ സ്വഭാവമൊക്കെ നല്ല രീതിയിലൊക്കെ ആയി. പുറകിലോട്ടൊന്നും നടക്കുന്നതൊന്നുമില്ല, നല്ല കാര്യം. ഇനി നമുക്ക് വേണ്ടത് ഗെയിമിൻ്റെ പ്രോജക്റ്റ് മാനേജറിൽ പോയി കഴിഞ്ഞാൽ ഈ സീൻ കാണാം. സീനിന് ഞാൻ പേര് മാറ്റാൻ പോവാണ്. സീൻ്റെ ഇത് ലെവൽ 1 ആണ്. ഇനി ഇത് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാണ്. എന്നിട്ട് ലെവൽ 1 ആയിരിക്കണം മുകളിലേക്ക് വേണം. അപ്പോൾ ഇത് ഞാൻ മൂവ് അപ്പ് കൊടുക്കുന്നു. ലെവൽ 1 2 എന്ന് വന്നു, അത് മാറ്റിയിട്ട് ലെവൽ 2 എന്നാക്കണം. ലെവൽ 2. ഇനി ലെവൽ 2 എഡിറ്റ് ചെയ്യാൻ ഞാൻ ലെവൽ 2 ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ലെവൽ 2. നമുക്കൊരു കാര്യം ചെയ്യാം. ലെവൽ 2 ആണെന്ന് ഞാൻ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സീൻ പ്രോപ്പർട്ടീസിൽ പോയിട്ട് ലെവൽ 2ൽ കളറൊക്കെ മാറും നോക്കാം. ലെവൽ 2ൽ സീനിൻ്റെ കളറ് കുറച്ച് വൈറ്റ് ആക്കാം. ശരി, വൈറ്റായി. അതുപോലെ തന്നെ ഗ്രാസിൻ്റെ കളറ് മാറ്റാം. അല്ല വേണ്ട, ഇതിപ്പോൾ ഞാൻ കിടന്നോട്ടെ. അപ്പോൾ സംഭവം ഓക്കെ, ഇത്രയായി. ഇനി 2 ലെവലായി. നമ്മൾ ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് 2 ലെവൽ കാണാം. ലെവൽ 1 ജയിച്ചു കഴിഞ്ഞാലാണ് ലെവൽ 2ലേക്ക് വേണ്ടത്. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ലെവൽ 1ൽ വീണ്ടും പോകുന്നു. ജയിക്കാൻ എന്തായാലും ക്രൈറ്റീരിയ നമുക്കൊരു കാര്യം ചെയ്യാം. മാരിയോലൊക്കെ ഉള്ള പോലെ എന്തെങ്കിലും ഒരു പോയിന്റ് കിട്ടി കഴിഞ്ഞാൽ ഈ ലെവൽ ജയിക്കുന്ന രീതിയിലാക്കാം. അതിനുവേണ്ടി നമ്മളൊരു പുതിയ ഒബ്ജക്റ്റിനെ ആഡ് ചെയ്യണം. നമ്മുടെ ഒരു സ്പ്രൈറ്റ് ആയിക്കോട്ടെ, സ്റ്റൈലല്ല വേണ്ടത്. ഇത് നമ്മുടെ ടാർഗറ്റാണ്. ഇത് ടാർഗറ്റ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജയിക്കും. എന്നിട്ട് ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ നമുക്ക് പിക്ചർ ആഡ് ചെയ്യാം. ചിലപ്പോൾ കോയിൻസ് ആയിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും പൂവായിരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നമുക്ക് പിസ്കൽ എഡിറ്ററിൽ പോയിട്ട് എന്തായിരിക്കും, ഒരു കോയിനോ ഒരു സ്റ്റാർ വരയ്ക്കാം. അല്ലെങ്കിൽ വേണ്ട, പൂ വരയ്ക്കാം. അപ്പോൾ ഇതാണ് പൂ കേട്ടോ നമ്മുടെ. യെസ്, അത് പൂ പോലെ ഇരിക്കണില്ല. ശരി, അതാണ് നമ്മുടെ പൂ. പൂവിൻ്റെ ഉൾഭാഗത്ത് ഒരു സൂര്യകാന്തി പോവുകയാണെങ്കിൽ ഉൾഭാഗം ബ്ലാക്ക് കളറായിരിക്കും, ചുറ്റും ഒരു മഞ്ഞ കളറായിരിക്കും. ശരി, അയ്യോ എന്ത് പറ്റി? ശരി, ഓക്കെ. ഇനി പൂവിനെ നമുക്ക് അനിമേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ ഈ ഫ്രെയിം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. എന്നിട്ട് പൂവിൻ്റെ ഉൾഭാഗത്ത് വേറെ കളർ കൊടുക്കാം. ഇപ്പോൾ പൂവ് ഇങ്ങനെ മിന്നി മിന്നി കത്തും. നമ്മൾ ക്രിസ്മസിനൊക്കെ ലൈറ്റ് ഇടുന്ന പോലെ ലൂപ്പായിക്കോട്ടെ. അപ്ലൈ കൊടുക്കുന്നു. ഇനി ഈ ടാർഗറ്റ് ഇവിടെ ഇടാം. ശരി, ഇനി നമ്മൾ ഗെയിം കളിച്ചു കഴിഞ്ഞാൽ മിന്നി മിന്നി തിളങ്ങുന്ന പൂവൊക്കെ ഉണ്ട്.
എന്നിട്ട് നമുക്ക് ഇത് നമ്മൾക്ക് പോയി ചാടുകയൊക്കെ ചെയ്യാം. പക്ഷെ ഒന്നും ചാടിയാലൊന്നും സംഭവിക്കണില്ല. എന്താ വെച്ചാൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലെവൽ 1 ഇവൻറ്റ്സിൽ പോയി ഇനി പുതിയൊരു ഇവൻ്റ് ആഡ് ചെയ്യണം. ഈ ഇവൻ്റ് എന്ന് പറയണത് കൊളീഷൻ ഇവൻ്റാണ്. അതായത് കൂട്ടിമുട്ടണം. അപ്പോൾ കൊളീഷൻ എടുത്തിട്ട് ഹീറോ പോയി നമ്മുടെ ടാർഗറ്റുമ്പോൾ പോയിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സീൻ ചേഞ്ച് ചെയ്യണം വേണ്ടത്. ചേഞ്ച് ദ സീൻ. അതെ, സീൻ ലെവൽ 2ലേക്ക് പോയിക്കോട്ടെ. എന്നിട്ട് ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. സേവ് ചെയ്യുന്നു. നമ്മുടെ ഗെയിം കളിച്ച് നോക്കാം. ഇനി ഓക്കെ, നമ്മുടെ ഹീറോ എത്തി. ഞാൻ പോയിട്ട് ഇത് ഞാൻ ഗെയിം ലെവൽ കഴിഞ്ഞു. അടുത്ത ലെവലിലേക്ക് കയറി. ഇനി ഈ ലെവൽ നമുക്ക് ഡിസൈൻ ചെയ്യാം. പക്ഷേ തൽക്കാലത്തേക്ക് ഐഡിയ കിട്ടാനത് മതിയാവുമെന്ന് കരുതുന്നു. കൂടുതൽ ട്യൂട്ടോറിയൽസായിട്ട് പിന്നെ കാണുന്നതുവരെ ബൈ. ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു. അതായത് ഈ ഗെയിം ഇപ്പോൾ റെഡിയാണ്, ഡിസ്ട്രിബ്യൂഷൻ റെഡിയാണ് കേട്ടോ. അതായത് നമ്മൾ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, എക്സ്പോർട്ട് ദ ഗെയിം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് മൊബൈലിലോ വെബിലോ വിൻഡോസിലോ ഏതെങ്കിലും രീതിയിൽ റൺ ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. പിന്നെ ഇതൊരു ഫ്രീ വേർഷൻ ആയതുകൊണ്ട് നമുക്ക് ദിവസം 2 ഗെയിം ബിൽഡ്സ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിലും കൂടുതൽ വേണമെങ്കിൽ നമുക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കണം. സബ്സ്ക്രിപ്ഷൻ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏതാണ്ട് 200 രൂപ മാസം പേ ചെയ്യുകയാണെങ്കിൽ, 2 യൂറോ എന്ന് പറയുമ്പോൾ ഏകദേശം 200 രൂപ വരും. 200 രൂപ മാസം പേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു 10 ഗെയിം ബിൽഡ് വരെ ഒരു ദിവസം ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ നമ്മളൊന്ന് വെയിറ്റ് ചെയ്താൽ മതി. 24 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ബിൽഡ് ഉണ്ടാക്കുക. അത്ര തന്നെ, ഫ്രീ വേർഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അത് പറയാനാണ് വന്നത്. വീണ്ടും ബൈ.